മുറിക്ക് പുറത്ത് ബഹളം കൂടിക്കൂടി വന്നു. അച്ഛൻ രാഘവൻ വാതിലിൽ ആഞ്ഞു തട്ടുന്നുണ്ടായിരുന്നു. മായേ, വാതിൽ തുറക്കടി. നീ എന്തിനാ ഇങ്ങനെ നാണം കെടുത്തുന്നത്? സിദ്ധു ഇത്രയും ദൂരം നിന്നെ വിളിക്കാൻ വന്നതല്ലേ? മര്യാദയ്ക്ക് ഇറങ്ങി വാ. അച്ഛൻ്റെ ശബ്ദത്തിൽ ആജ്ഞയേക്കാൾ കൂടുതൽ ഒരുതരം നിസ്സഹായതയായിരുന്നു. തൻ്റെ അഭിമാനം തകരുന്നത് അദ്ദേഹം ഭയപ്പെട്ടു. സിദ്ധു വാതിലിനടുത്ത് വന്ന് പതുക്കെ പറഞ്ഞു, മായേ, നീ എന്തിനാ എങ്ങനെ വാശി കാണിക്കുന്നത്? നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെ നാണം കെടുത്തണോ? അവൻ്റെ ശബ്ദത്തിലെ ആ കപടമായ സ്നേഹം കേട്ടപ്പോൾ മായയ്ക്ക് ഓക്കാനും വന്നു. അവൾ ചെവികൾ പൊത്തിപ്പിടിച്ച് കട്ടിലിൻ്റെ മൂലയിലിരുന്ന് തേങ്ങിക്കരഞ്ഞു. നിതിനും ഭാര്യ അർച്ചനയും കൂടി അങ്ങോട്ടേക്ക് വന്നു. നിതിൻ പതുക്കെ വാതിലിൽ മുട്ടി. മായേ, വാതിൽ തുറക്ക്, നമുക്ക് സംസാരിക്കാം. നീ ഇങ്ങനെ ഇരുന്നാൽ അച്ഛന് ദേഷ്യം കൂടും. കുറച്ചു നേരം കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. അർച്ചനയും കൂട്ടിനു കൂടി. മായേ, ഏട്ടൻ പറയുന്നത് കേൾക്ക്. മോൻ പേടിക്കുന്നുണ്ട്. നീ ഒന്ന് പുറത്തേക്ക് വാ. അമ്മ സുശീല കരഞ്ഞുകൊണ്ട് സിദ്ധുവിനോട് മാപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു. മോനെ, അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. കുറച്ച് ദിവസം അവൾ ഇവിടെ നിൽക്കട്ടെ. മനസ്സൊന്ന് തണുക്കുമ്പോൾ അവൾ തനിയെ വന്നോളും. പക്ഷെ സിദ്ധുവിൻ്റെ അമ്മ സുമതി വിട്ടുകൊടുത്തില്ല. സുശീലേ, ഞങ്ങൾ ഇത്രയും താഴ്ന്നു കൊടുത്തിട്ടും അവൾ ഇങ്ങനെ കാണിക്കുന്നത് അഹങ്കാരമാണ്. സിദ്ധു പാവമായതുകൊണ്ടാ. ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല. രാഘവേട്ട, നിങ്ങളുടെ മകളെ നിങ്ങൾ തന്നെ നോക്കിക്കൂ. അത് കേട്ടതോടെ അച്ഛൻ രാഘവൻ തകർന്നു പോയി. മോനെ, സിദ്ധു, സുമതിയമ്മേ, ക്ഷമിക്കേ. അവൾക്ക് ബുദ്ധി കുറവാണ്. അദ്ദേഹം സിദ്ധുവിൻ്റെ കൈ പിടിച്ചു. പക്ഷെ സിദ്ധു ദേഷ്യത്തോടെ പടിയിറങ്ങി. അവൻ്റെ മുഖത്ത് ആ നിമിഷം വല്ലാത്തൊരു ക്രൂരതയുണ്ടായിരുന്നു. ശരി, ഇനി മായയായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലാതെ ഞാൻ വരില്ല. സിദ്ധുവും അമ്മയും കാറിൽ കയറിപ്പോയി. മുറ്റത്ത് കാറിൻ്റെ ശബ്ദം നിലച്ചതും വീട്ടിൽ വല്ലാത്തൊരു നിശബ്ദത പടർന്നു. പക്ഷെ അത് സമാധാനത്തിൻ്റെ നിശബ്ദതയായിരുന്നില്ല. അച്ഛൻ രാഘവൻ ആ കസേരയിലേക്ക് തളർന്നിരുന്നു. പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റ് മായയുടെ മുറിക്ക് മുന്നിലെത്തി ആഞ്ഞു തട്ടി. തുറക്കടി വാതിൽ. അവർ പോയി. നിനക്ക് സന്തോഷമായല്ലോ. ഇനി നിന്നെയും ചുമന്ന് ഞാൻ എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും? മായ പതുക്കെ വാതിൽ തുറന്നു. അവളുടെ മുഖം കരഞ്ഞു വീർത്തിരുന്നു. നനഞ്ഞൊട്ടിയ മുടിയും വിളറിയ മുഖവുമായി നിൽക്കുന്ന മായയെ കണ്ടപ്പോൾ ആർക്കും സങ്കടം തോന്നി. പക്ഷെ അച്ഛൻ്റെ ദേഷ്യം മാറിയില്ല. നീ എന്തിനാ മോളെ ഈ കുടുംബത്തെ ഇങ്ങനെ നശിപ്പിക്കുന്നത്? സിദ്ധുവിനെ പോലൊരു പയ്യൻ നിന്നെ പൊന്നുപോലെ നോക്കിയില്ലായിരുന്നോ? ഏതോ ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ട് നീ സ്വന്തം ജീവിതം തകർത്തു. അമ്മയും അവളെ കുറ്റപ്പെടുത്തി. മായേ, നീ എന്തിനാ ഇത്രയും വാശി കാണിച്ചത്? നിനക്ക് സിദ്ധുവിനോടൊപ്പം പോയിക്കൂടായിരുന്നോ? ഇപ്പോൾ അവർക്ക് നമ്മളോട് വല്ലാത്ത വെറുപ്പായി. നിന്റെ ഈ ഏട്ടൻ്റെയും അർച്ചനയുടെയും മുഖത്ത് നോക്കാൻ എനിക്ക് പേടിയാകുന്നു. അവരുടെ കുടുംബം നമ്മളെക്കുറിച്ച് എന്ത് കരുതും? നിതിൻ അവളെ സമാധാനിപ്പിക്കാൻ നോക്കി. മായേ, നീ വിഷമിക്കണ്ട, സാരമില്ല. പക്ഷെ മായയ്ക്ക് നിതിൻ്റെ കണ്ണുകളിൽ പോലും ഒരുതരം അസ്വസ്ഥത കാണാമായിരുന്നു. അർച്ചന ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. സ്വന്തം മകനെ എടുത്ത് അവൾ മുറിയിൽ കയറി. ആ വീട്ടിൽ മായ ഇപ്പോൾ ഒരു അധികപ്പറ്റായി മാറിയിരിക്കുന്നു. അച്ഛൻ രാഘവൻ മായയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു, നിനക്കിവിടെ നിൽക്കാം. പക്ഷേ ഒന്നുണ്ട്, എന്നോട് സംസാരിക്കാൻ വരരുത്. നീ ചെയ്ത ഈ ചതി ഞാൻ മറക്കില്ല. എൻ്റെ അഭിമാനം കളഞ്ഞവളാ നീ. മായ അടുക്കളയുടെ വാതിൽക്കൽ നിന്ന് അമ്മയെ നോക്കി. അമ്മയും മുഖം തിരിച്ചു. സ്നേഹിച്ചു വളർത്തിയവർ പോലും ഇന്ന് തന്നെ ഒരു ശത്രുവിനെ പോലെ കാണുന്നത് അവൾക്ക് താങ്ങാനായില്ല. താൻ സത്യത്തിനു വേണ്ടിയാണ് പോരാടുന്നതെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. പ്രാണനെ പോലെ സ്നേഹിച്ച സിദ്ധു ചതിച്ചു. പ്രാണനായി കണ്ട് വീട്ടുകാർ കൈവിട്ടു. മായ പതുക്കെ തിരിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് തന്നെ പോയി. മുറിയിൽ കയറി വാതിലടച്ചപ്പോൾ അവളുടെ ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നി. ആ ചുവരുകളിൽ പണ്ട് വരച്ച ചിത്രങ്ങൾ അവളെ നോക്കി പരിഹസിക്കുന്നത് പോലെ. കട്ടിലിരുന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. സിദ്ധു, നീ എന്തിനാ എന്നെ ചതിച്ചത്? അവളുടെ തേങ്ങൽ ആ മുറിയിൽ മാത്രം ഒതുങ്ങി നിന്നു.
ആരും അവളെ ആശ്വസിപ്പിക്കാൻ വന്നില്ല. എൻ്റെ അച്ഛനും അമ്മയും പോലും എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ. ആ ചിന്ത അവളെ കൂടുതൽ തളർത്തി. പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ മുകളിലെ ഫാനിലേക്ക് നീണ്ടത്. ആ പഴയ ഫാൻ മന്ദഗതിയിൽ കറങ്ങുന്നുണ്ട്. അതിൻ്റെ ഓരോ കറക്കവും ഒരു ചോദ്യചിഹ്നം പോലെ അവൾക്ക് തോന്നി. ഇനി എന്തിനു ജീവിക്കണം? സ്നേഹിച്ചവൻ വഞ്ചിച്ചു, വിശ്വസിച്ചവർ കൈവിട്ടു. സ്വന്തം അച്ഛനും അമ്മയും പോലും തന്നെ ഒരു ഭാരമായി കാണുന്നു. ഇനി ഈ നാട്ടുകാരുടെ ചോദ്യങ്ങൾക്കും പരിഹാസങ്ങൾക്കും മുന്നിൽ എങ്ങനെ തല ഉയർത്തി നിൽക്കും? അവൾ പതുക്കെ എഴുന്നേറ്റു. അലമാരയിൽ നിന്ന് തൻ്റെ ആ പഴയ പട്ടുസാരി എടുത്തു. കല്യാണത്തിന് സിദ്ധു വാങ്ങിത്തന്ന സാരി. അതിൻ്റെ മൃദുവായ സ്പർശനം പോലും ഇപ്പോൾ അവളെ പൊള്ളിച്ചു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ സാരി ഫാനിൽ കെട്ടാൻ ശ്രമിച്ചു. കട്ടിലിൽ കയറിൽ നിന്ന് ഫാനിലേക്ക് നോക്കുമ്പോൾ അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. മായേ, നീ എന്തിനാ മടിക്കുന്നത്? നിന്നെ ആർക്കും വേണ്ടല്ലോ. നീ മരിച്ചാൽ എല്ലാവർക്കും സമാധാനമാകും. അവളുടെ ഉള്ളിലെ ഒരു ശബ്ദം മന്ത്രിച്ചു. അവൾ സാരിയുടെ അറ്റം കഴുത്തിൽ മുറുക്കാൻ നോക്കി. ശ്വാസം മുട്ടുന്നത് പോലെ. മരണത്തിൻ്റെ തണുപ്പ് തൊട്ടു മുന്നിൽ. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അമ്മയുടെ മുഖം ഓർമ്മ വന്നു. തന്നെ കുറ്റപ്പെടുത്തിയെങ്കിലും ആ അമ്മയുടെ നെഞ്ചിലെ ചൂട് അവൾക്ക് അനുഭവപ്പെട്ടു. പെട്ടെന്ന് അവൾക്ക് വല്ലാത്തൊരു ഭയം തോന്നി. മരണം ഇത്രയും അടുത്താണോ? കഴുത്തിൽ മുറുകുന്ന ആ തുണി അവളെ ശ്വാസം മുട്ടിച്ചു. വേണ്ട, എനിക്ക് പറ്റില്ല. അവൾ പെട്ടെന്ന് കൈകൾ പിൻവലിച്ചു. സാരിയുടെ കെട്ടഴിക്കാൻ അവൾ വെപ്രാളപ്പെട്ടു. വിറയ്ക്കുന്ന കാലുകളോടെ അവൾ കട്ടിലിൽ നിന്ന് തറയിലേക്ക് വീണു. തറയിൽ വീണ് കിടന്ന് അവൾ അലറിക്കരഞ്ഞു. എന്നെ കൊണ്ട് സാധിക്കില്ല. എനിക്ക് മരിക്കാൻ പോലും കഴിയില്ലല്ലോ ദൈവമേ. അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മരണത്തെ പേടിയാണെന്ന തിരിച്ചറിവ് അവളെ കൂടുതൽ തളർത്തി. താൻ എത്രമാത്രം നിസ്സഹായയാണെന്ന് അവൾക്ക് തോന്നി. ജീവിക്കാൻ വയ്യ, മരിക്കാൻ പേടി. ആ അവസ്ഥയേക്കാൾ വലിയൊരു നരകം വേറെയില്ല. അവൾ ഇഴഞ്ഞ് കട്ടിലിനടുത്തെത്തി. കട്ടിലിൽ കമിഴ്ന്നു കിടന്നു. തലയിണയിൽ മുഖമമർത്തി അവൾ പൊട്ടിക്കരഞ്ഞു. ആ കണ്ണുനീർ തലയണയെ നനച്ചു കുതിർത്തു. അവളുടെ മനസ്സ് ശൂന്യമായിരുന്നു. നാളെക്കുറിച്ച് ചിന്തകളില്ല, പ്രതികാരമില്ല, നീതിക്കായുള്ള പോരാട്ടമില്ല. ആകെയുള്ളത് തകർന്നടിഞ്ഞ ഒരു ഹൃദയവും മരിക്കാൻ പോലുമുള്ള ധൈര്യമില്ലാത്ത ഒരു ശരീരവും മാത്രം. പുറത്ത് മഴയുടെ ശബ്ദം കൂടിക്കൂടി വന്നു. ആ വലിയ വീട്ടിൽ ഒരു മൂലയിൽ ഇരുട്ടിൽ ലോകം മുഴുവൻ ഉപേക്ഷിച്ചവളെ പോലെ മായ തളർന്നു കിടന്നു. ഉറക്കമില്ല, മറിച്ച് ബോധരഹിതമായ ഒരു അവസ്ഥയിലേക്ക് അവൾ പതുക്കെ വഴുതി വീണു. പുറത്ത് മഴ തോരാതെ പെയ്തുകൊണ്ടേയിരുന്നു. തോരാത്ത അവളുടെ സങ്കടങ്ങൾ പോലെ. തലേ ദിവസത്തെ പേമാര് തോർന്നിരുന്നുവെങ്കിലും ആ വീടിനുള്ളിലെ അന്തരീക്ഷം അപ്പോഴും കനത്തു തന്നെയായിരുന്നു. നേരം വെളുത്തപ്പോൾ മായയ്ക്ക് തോന്നിയത് ആ ചുവരുകൾ തന്നെ ശ്വാസം മുട്ടിക്കുന്നു എന്നാണ്. മുറിക്ക് പുറത്ത് അച്ഛൻ്റെയും ഏട്ടൻ്റെയും ശബ്ദം കേൾക്കാം. പക്ഷെ ആരും അവളുടെ വാതിലിൽ മുട്ടിയില്ല. ആരും മായ എന്ന് വിളിച്ചതുമില്ല. സ്വന്തം വീട്ടിൽ ഒരു അപരിചിതയെപ്പോലെ കഴിയുന്നതിനേക്കാൾ വലിയൊരു നരകം വേറെയില്ലെന്ന് അവൾക്ക് തോന്നി. അവൾക്ക് നീതുവിനെ കാണണം. സിദ്ധുവും കുടുംബവും അവളെ എങ്ങോട്ടാണ് മാറ്റിയതെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ആ ഒരു ചിന്ത മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. തളർന്ന അവശയായെങ്കിലും അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറിയപ്പോൾ കണ്ണാടിയിൽ കണ്ട സ്വന്തം രൂപം കണ്ട് അവൾ ഒന്ന് ഞെട്ടി. കരഞ്ഞ വീർത്ത കണ്ണുകൾ, വിളറി വെളുത്ത മുഖം. ഷവർ തുറന്ന് വെള്ളം തലയിലൂടെ വീണപ്പോൾ അവൾക്ക് വല്ലാത്തൊരു തളർച്ച തോന്നി. പെട്ടെന്ന് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നത് പോലെ. കണ്ണുകൾക്ക് മുന്നിൽ ഇരുട്ട് പടരുന്നു. വീഴാതിരിക്കാൻ അവൾ അടുത്തുള്ള പൈപ്പിൽ ആഞ്ഞു പിടിച്ചു. കുറച്ച് നിമിഷങ്ങൾ അവൾക്കൊന്നും മനസ്സിലായില്ല. ശ്വാസം വേഗത്തിലായി, നെഞ്ചെടുപ്പ് കൂടി. പതുക്കെ ആ തളർച്ച മാറിയപ്പോൾ അവൾ കണ്ണാടിയിലേക്ക് വീണ്ടും നോക്കി. പെട്ടെന്ന് അവളുടെ മനസ്സിൽ ഒരു മിന്നൽ പിണർ പോലെ ആ കാര്യം കടന്നു വന്നു. തൻ്റെ ആർത്തവം തെറ്റിയിട്ട് ഇപ്പോൾ 2 മാസത്തോളമായിരിക്കുന്നു. PCODയുടെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അത്രയും കാലം അവൾ അത് കാര്യമാക്കിയിരുന്നില്ല. വല്ല ഹോർമോൺ വ്യതിയാനവും ആയിരിക്കുമെന്നാണ് അവൾ ആദ്യം കരുതിയത്. പക്ഷെ ഇപ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ, പെട്ടെന്നുള്ള ഈ തലകറക്കം, അവളുടെ ഉള്ളിൽ ഒരു ഭയം വിറയലായി പടർന്നു.
വിറയ്ക്കുന്ന കൈകൾ അവൾ പതുക്കെ സ്വന്തം വയറിൽ വെച്ചു. കണ്ണാടിയിൽ നോക്കി അവൾ സ്വയം ചോദിച്ചു, ഭഗവാനെ, ഇത് സത്യമായിരിക്കുമോ? ഈ തകർച്ചയ്ക്കിടയിൽ എനിക്ക് താങ്ങാൻ കഴിയാത്ത മറ്റൊരു സത്യം കൂടി എൻ്റെ ഉള്ളിൽ വളരുന്നുണ്ടോ? ആ ചിന്ത അവളെ വല്ലാതെ ഭയപ്പെടുത്തി. താൻ ഉപേക്ഷിച്ച, തന്നെ ചതിച്ച ആ മനുഷ്യൻ്റെ ചോര തൻ്റെ ഉള്ളിൽ വളരുന്നു എന്ന തിരിച്ചറിവ് അവൾക്ക് ഉൾക്കൊള്ളാനായില്ല. ഒരു വേള അവൾക്ക് കരയണോ ചിരിക്കണോ എന്നും മനസ്സിലാകാത്ത അവസ്ഥയായി. തളർച്ച മാറ്റാൻ മുഖത്ത് വെള്ളം തടവി അവൾ പുറത്തിറങ്ങി. എങ്ങനെയെങ്കിലും നീതുവിനെ കണ്ടെത്തണം, അവളോട് സംസാരിക്കണം. അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഉമ്മറത്ത് അച്ഛൻ പത്രം വായിക്കുന്നുണ്ടായിരുന്നു. അമ്മ അടുക്കളയിൽ എന്തോ പണിയിലാണ്. ആരും അവളെ നോക്കിയില്ല. മായ പതുക്കെ ഗേറ്റിനടുത്തേക്ക് നടന്നു. മായേ, നീ എങ്ങോട്ടാ ഈ വെയിലത്ത് ഇറങ്ങി പുറപ്പെടുന്നത്? മുറ്റത്ത് നിന്നിരുന്ന അർച്ചന ഗൗരവത്തിൽ ചോദിച്ചു. അർച്ചനയുടെ കണ്ണുകളിൽ പണ്ടത്തെ ആ സ്നേഹമില്ലായിരുന്നു. പകരം കുടുംബത്തിൻ്റെ സമാധാനം കളഞ്ഞവളോടുള്ള ഒരുതരം നീരസമായിരുന്നു. മായ ഒന്നും മിണ്ടിയില്ല. അവൾ അർച്ചനെ ഒന്ന് നോക്കി. പതുക്കെ പടിയിറങ്ങി. പിന്നിൽ അർച്ചന എന്തൊക്കെയോ പിറുപിറുക്കുന്നത് അവൾ കേട്ടു. പക്ഷേ മായയുടെ ലക്ഷ്യം നീതുവായിരുന്നു. ആ പഴയ അഭയകേന്ദ്രത്തിൻ്റെ വിലാസം ഓർത്തെടുത്ത് അവൾ റോഡിലൂടെ നടന്നു. തല കറങ്ങുന്നുണ്ടായിരുന്നു. ഉള്ളിൽ ആകെ ഒരു ആദി. താൻ ഗർഭിണിയാണോ എന്ന സംശയം ഓരോ നിമിഷവും അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ആ നടത്തത്തിനിടയിൽ അവൾ ആലോചിച്ചത് സിദ്ധുവിനെക്കുറിച്ചാണ്. അവനിപ്പോൾ എവിടെയായിരിക്കും? തന്നെ ഇത്രയും വലിയൊരു ചതിക്കുഴിയിൽ വീഴ്ത്തി അവൻ സന്തോഷമായിരിക്കുകയാണോ? തൻ്റെ ഉള്ളിൽ വളരുന്നത് അവൻ്റെ കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെ താൻ എന്തു ചെയ്യും? ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഉത്തരം നൽകാൻ ആരുമില്ല. വെയിൽ കൂടിക്കൂടി വന്നു. നഗരത്തിൻ്റെ തിരക്കുകൾക്കിടയിലൂടെ ഒരു ഭ്രാന്തിയെ പോലെ അവൾ നടന്നു. ഒടുവിൽ അവൾ ആ അഭയകേന്ദ്രത്തിന് മുന്നിലെത്തി. പക്ഷെ അവിടെ കണ്ട കാഴ്ച അവളെ കൂടുതൽ തളർത്തി കളഞ്ഞു. ആ കെട്ടിടം പൂട്ടിയിട്ടിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്നവർ എവിടെ പോയി? നീതു എവിടെ? മായയുടെ ഉള്ളിൽ വീണ്ടും ഇരുട്ട് പടരാൻ തുടങ്ങി. ലോകം മുഴുവൻ തനിക്കെതിരെ നിൽക്കുകയാണോ എന്ന് അവൾക്ക് തോന്നിപ്പോയി.